ഹലോ SSC CHSL 2025 +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന SSCയുടെ എക്സാം ആയിട്ടുള്ള SSC CHSL 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ഷോർട്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യായിരുന്നു. സോ ഇന്ന് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും പുറത്തു വന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. +2 മാത്രം ക്വാളിഫിക്കേഷനുള്ള മിനിമം +2 ക്വാളിഫിക്കേഷനുള്ള എല്ലാ ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. റിലീസ് ചെയ്തിരിക്കുന്ന ssc.gov.in എന്ന് പറയുന്ന SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിരിക്കുന്ന PDF ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF അവൈലബിൾ ആയിരിക്കും. ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഇത്തരത്തിലുള്ള PDF നിങ്ങൾക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ്, എന്നാണ് എക്സാം, ടയർ 1 എക്സാം വരുന്നതെന്നാണ്, ടയർ 2 എക്സാം വരുന്നതെന്നാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 23/6/2025 ടു 18/7/2025. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 23/6 ഏകദേശം ഒരു മാസത്തിൽ താഴെ സമയം മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം ഷെഡ്യൂൾ ഓഫ് ടയർ 1 CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടയർ 1ൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 8/9 ആണ്. 8/9. അപ്പം ഒരു 2 മാസം കൂടി, അല്ലെങ്കിൽ ഒരു 3 മാസം അപ്രോക്സിമേറ്റ് നമുക്കൊരു 3 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റിൽ നമുക്ക് CGLൻ്റെ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സെപ്റ്റംബറിൽ നമുക്ക് ഈ എക്സാം ടയർ 1 അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 8/9/2025 മുതൽ 18/9/2025 വരെയാണ് ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഷെഡ്യൂൾ ഓഫ് ടയർ 2 CBT ഫെബ്രുവരി മാർച്ച് സമയങ്ങളായിരുന്നു. CBT 2 ടയർ 2ൻ്റെ. CGLൻ്റെ ടയർ 2 കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഡിസംബറിലായിരുന്നു, ഈ വർഷം അവസാനമായിരുന്നു. അപ്പോൾ അടുത്ത വർഷം ആദ്യമായിരിക്കും, ഫെബ്രുവരി മാർച്ച് സമയത്തായിരിക്കും 2025 ഫെബ്രുവരി മാർച്ചിലാണ് ടയർ 2 എക്സാം നടക്കുന്നത്. ഇനി മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേക്കൻസി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് വേക്കൻസീസ് ആണ് എല്ലാവരും നോക്കുന്നത്. ദേർ ആർ അപ്രോക്സിമേറ്റ്ലി 3131 നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. സാധാരണയായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയും തന്നെ വേക്കൻസീസ് ആണ് നോർമലി CHSLൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ വർഷവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പോസ്റ്റുകളും ഡീറ്റെയിൽസും ഒക്കെ അറിയാം. നമുക്ക് അറിയേണ്ട മറ്റു കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. 18 to 27 നോർമൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറി 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും റിലാക്സേഷൻ ഉണ്ട്. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷവും, OBC കാറ്റഗറിക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ അറിയേണ്ട മറ്റ് കാര്യങ്ങൾ, എന്തെങ്കിലും ചേഞ്ചുകൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടോ എന്നൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ നോക്കേണ്ടത്. എക്സാം പാറ്റേണിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കോമ്പൻസേറ്ററി ടൈം, അതുപോലെ മെയിനായിട്ട് ഇതൊരു ഏകദേശം 19 പേജോളം വരുന്ന, 89ഓളം പേജ് വരുന്ന ഒരു വലിയ PDF ആണ്. അപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് സംശയമുള്ളവർക്കായിട്ട് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ചെയ്തവർക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആധാർ ഒതൻറ്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചില പ്രൊസീജിയേഴ്സ് കൂടി ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൽ കാണുന്നുണ്ടെന്ന് പറയുന്നു. 2 തവണ ഫോട്ടോ എടുക്കണം. നമ്മുടെ ഫോണിൽ നിങ്ങളുടെ SSCയുടെ ആപ്പിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്തും 2 തവണ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി എത്രയും നേരത്തെ അപ്ലൈ ചെയ്തോളൂ. എല്ലാവരും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ +2 മാത്രം ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ ആപ്ലിക്കേഷൻ ഫീസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ 100 രൂപയാണ് ഫീസ്. ഗേൾസിനും അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിക്കും ഫീസ് ഇല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. SSCയുടെ എക്സാംസിന് എല്ലാം ഉള്ളതുപോലെ തന്നെ. ഇനി എക്സാം സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയേണ്ടത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. എക്സാമിൻ്റെ പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ടയർ 1, ടയർ 2 ഇങ്ങനെ 2 സ്റ്റേജായിട്ടാണ് പരീക്ഷ നടത്തുന്നതെന്ന് നമുക്കറിയാം. അതിൽ ടയർ 1ൻ്റെ നമുക്ക് നോക്കാം. ടയർ 1 4 പാർട്ട് തന്നെയാണ് വരുന്നത്. 25 ചോദ്യങ്ങൾ, 50 മാർക്ക്. നമ്മുടെ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന SSCയുടെ CHSL പരീക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേണിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25/50, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് 25, 50 മാർക്ക്. 25 ചോദ്യങ്ങൾ, 50 മാർക്ക്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ 25 ചോദ്യം, 50 മാർക്ക്. ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ, 50 മാർക്ക്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് തന്നെയാണ്. 1 മണിക്കൂറാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.5 ആണ് മാർക്ക് വരുന്നത്. ഇനി ടയർ 2ൻ്റെ കാര്യം നമുക്ക് നോക്കാം. ടയർ 2 ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലാസ്റ്റ് വർഷം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെക്ഷൻ 1 എന്ന് പറയുന്നത് മാത്സും റീസണിങ്ങും ഇത് 2 ചേരുന്നതാണ്. 30 ചോദ്യങ്ങൾ വീതം, 60 ചോദ്യം സെക്ഷൻ 1-ൽ. 60 ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 180 മാർക്കാണ് വരുന്നത്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും. അങ്ങനെ
40 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, 20 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, ടോട്ടൽ 60 ചോദ്യം. 60 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് ഒരു ചോദ്യത്തിന്, അങ്ങനെ 180 മാർക്കാണ് ഈ ഒരു പാർട്ടിന് വരുന്നത്. പിന്നെ സെക്ഷൻ 2 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് മൂന്നാമത് അടുത്തൊരു പാർട്ടായിട്ട് വരുന്ന സെക്ഷനാണ്. സെക്ഷൻ 3 വരുന്നത് 15 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ 45 ക്വസ്റ്റ്യൻസ് ആണ്. 15 മിനിറ്റ് ആണ് ഈ ഒരു പാർട്ട് എഴുതാൻ എടുക്കുന്ന നിങ്ങൾക്ക് വേണ്ട സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് സെക്ഷൻ. ഇതിനകത്ത് എക്സാം പാറ്റേൺ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പാർട്ട് സി ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ LDC. ഓക്കെ, എക്സാം പാറ്റേണിന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ഇതുവരെ കണ്ടക്ട് ചെയ്തിരുന്ന അതേ പാറ്റേണിനാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും SSCയുടെ CGL എക്സാമിനും CHSL ഒക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരോടായിട്ട് പറയട്ടെ, SSC എക്സാംസിന് SSCയുടെ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചസിലും ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ മാസത്തെ ബാച്ച് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 2-ാം തീയതി ദിശ അക്കാഡമിയുടെ കൊട്ടാരക്കര, കൊല്ലം, അതുപോലെ തന്നെ തൃശ്ശൂർ ബ്രാഞ്ച്, കോഴിക്കോട് ബ്രാഞ്ചുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ജൂലൈ 7-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാം. മാത്രമല്ല ഈ എക്സാമിന് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സ് SSC ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേരിൽ കറൻറ്റ്ലി നമ്മളൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇനി സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് SSC തരുന്നുണ്ട്. അത് ടയർ 1-ൻ്റെയും ടയർ 2-ൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വ്യത്യാസമൊന്നുമില്ല, ലാസ്റ്റ് വർഷത്തെ അതേ പാറ്റേൺ തന്നെയാണ്, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ SSCയുടെ CHSL എക്സാം SSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അടുത്ത നോട്ടിഫിക്കേഷനാണ്. കറൻറ്റ്ലി CGL നിങ്ങളുടെ മുമ്പിലുണ്ട്, CHSL മുമ്പിലുണ്ട്, സ്റ്റെനോഗ്രാഫർ എക്സാം എഴുതുന്നവർക്ക് സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ 4 പരീക്ഷകൾ, അറ്റ്ലീസ്റ്റ് 4 എക്സാംസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരേ തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് പഠിച്ച് തുടങ്ങാത്തവർ, ഇതുവരെയും വളരെ സീരിയസ് ആയിട്ട് കാണാത്ത, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പഠിച്ചിട്ട് ഇനിയും ഒന്ന് ഹൈബർനേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും പൊടി തട്ടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.